വെൽക്കം ടു ന്യൂസിലാൻഡ് മലു ഗായ്സ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ന്യൂസിലാൻഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന അവർക്ക് എങ്ങനെയുള്ള വീടുകളിലൊക്കെയാണ് താമസിക്കാൻ പറ്റുക, അതിനൊക്കെ എന്ത് റെൻറ്റ് വരും, അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്നത് ഈ വീട് ഒരു മലയാളിയുടെ വീടാണ്. ഈ വീട് റെൻറ്റിന് കൊടുക്കാനുള്ള പരിപാടിയാണ്. അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അതുകൊണ്ട് ഞാൻ വന്നതാണ്. നമ്മുടെ വേറൊരു മലയാളിക്ക് വേണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ്. ആ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് ബേസിക് ആയിട്ടുള്ളൊരു ഹൗസാണിത്. ഞാൻ ഇതുവരെ കാണിച്ചത് ഫ്ലാഷ് ഹൗസൊക്കെയാണ് കാണിച്ചത്. ഇത് ബേസിക് ആയിട്ട് ഹൗസാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെയാണ്, വീടിൻ്റെ റെൻറ്റ് എന്താണ്, അതൊക്കെയാണ് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. ഇത് ശരിക്കും 3 ബെഡ്റൂം ഒരു ഹൗസാണ്. 3 ബെഡ്റൂം 1 ബാത്റൂം, ഒരു ഷവർ, ഒരു ടബ് ഒക്കെ ആയിട്ടുള്ള വീടാണ്. നമുക്ക് ഉള്ളിൽ കയറി കാണാം. ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇവിടെ നമ്മൾ ന്യൂസിലാൻഡിലേക്ക് ആദ്യം വരുമ്പം ഇപ്പോൾ പഠിക്കാനൊക്കെ വരികയാണെങ്കിൽ സിംഗിളായിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ എങ്ങനെ ചെയ്യുക, ഒരു കുറേ പേര് കൂടി ഒരു വീട് എടുത്തിട്ട് ഓരോ റൂമൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനെ പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ പെയിൻ ഗസ്റ്റായിട്ട് നിൽക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ നമുക്കൊരു പ്രൈവസിയും പരിപാടിയൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിറ്റ്സിൽ താമസിക്കും. യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് വീടുകൾ, 2 ബെഡ്റൂമിൻ്റെ ഒക്കെ പല തൊട്ടടുത്ത വീടുകളുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഹൗസാണിത്. അതായത് കുറച്ച് സ്ഥലവും പരിപാടിയും മുറ്റവും ഒക്കെ കുറച്ച് ഇവർ കുറച്ച് ഊഞ്ഞാലും പരിപാടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പാ പൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡെക്കും പരിപാടിയൊക്കെ ആയിട്ട് പിള്ളേർക്ക് കളിച്ച് നടക്കാനായിട്ട് ഫുള്ളി ഫെൻസ്ഡ് ഹൗസാണിത്. ഫുള്ളി ഫെൻസ്ഡ് ആണ്. പിന്നെ ഒരു കാർപോർട്ടൊക്കെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇവിടെ വന്നിട്ട് ഈ പുറകിലെ വീടും ആ പുള്ളിയുടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു കാർപോർട്ടും പരിപാടിയൊക്കെ ഉണ്ട്. കാറൊക്കെ ഇവിടെ ഇടാം. ആ വീടിനാണെങ്കിൽ പുറത്ത് ഒരു ഗ്യാരേജ് പോലെ കാണുന്നുണ്ട്. അതും സെയിം ഹൗസ്, 3 ബെഡ്റൂം ഒരു ഹൗസ് തന്നെയാണ്, ഡെക്കൊക്കെ ആയിട്ട്. ഇതിലേ നമുക്ക് വീണ്ടും അകത്തേക്ക് കയറാം. അവിടെ ഒരു ഷെഡും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഇവിടെ ഹെഡ്ജും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് പമ്പൊക്കെ അവിടെ കാണാനുണ്ട്. പിന്നെ ഇതിലെയാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെയാണ് കയറുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ ബിൽഡിംഗ് കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. ഒത്തിരി മലയാളീസ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഇത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നു. പിന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ വിശാലമായൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇത് റഗ്ബി, ഫുട്ബോൾ, അങ്ങനെയുള്ള എല്ലാ കളികൾക്കും പറ്റിയാണ്. പിള്ളേർക്കൊക്കെ അപ്പം ഇറങ്ങി കളിക്കും പരിപാടിയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു ലേക്ക് ഉണ്ട്. ലേക്കിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത് വലിയ ബിൽഡിംഗ് കണ്ടോ, ആ വലിയ ബിൽഡിങ്ങാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഇത്. പക്ഷേ എല്ലാ വീക്കെൻഡും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ കളിയും പരിപാടിയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. റഗ്ബിയും ഫുട്ബോളിൻ്റെ ഒക്കെ മാച്ചും പരിപാടിയൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ മനസ്സിലായല്ലോ, അതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, നമുക്കൊന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇതാണ് ഈ വീട്. നമുക്ക് വീണ്ടും അകത്തേക്ക് കയറാം. ഇവിടെ രസമുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു മുഴുവൻ സണ്ണ് കിട്ടുന്ന ഒരു ഡെക്കും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഴുവൻ ചെടികളൊക്കെ വെച്ച് ഹെഡ്ജും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രിക്ക് ഹൗസാണിത്. നല്ല പ്രൈവസിയും തോന്നുന്നുണ്ട് ഇവിടെ. ഈ ഫെൻസും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബാർബിക്യൂ പരിപാടിയൊക്കെ ഇവിടെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ഹെഡ്ജ് നല്ല രസമായിട്ടുണ്ട്. ഹെഡ്ജൊക്കെ നല്ല കട്ട് ചെയ്ത് കുട്ടപ്പാനങ്ങി നിർത്തിയിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരു ഇനഫ് സ്പേസ് ഉണ്ട് ഇവിടെ. ഒരുവിധം റൂമുണ്ട് ഇവിടെ. പിന്നെ ആ സൈഡിലൊന്നും നമുക്ക് പോയി നോക്കാം. ആ സൈഡിൽ ഈ സൈഡിലധികം സ്പേസ് ഇല്ല. പുറകിലെ ഒരു ഗാർഡൻ ഷെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള ഷെഡിലാണ് കീപ്പ് ചെയ്യുക. ഗാർഡൻ ഷെഡാന്ന് പറയുന്നത്. ഇത് രണ്ടും ഗാർഡൻ ഷെഡാണ്. ഇതെന്താ അവക്കാഡോ ആണല്ലോ ഉണ്ടാക്കി കിടക്കുന്നത്. ഇവിടെ അവക്കാഡോ ഉണ്ടാക്കി കിടപ്പുണ്ട്. ഓക്കെ, അവിടെ കാർപോർട്ട് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, കൊള്ളാം. ഒരു മെച്ചോർഡ് ട്രീയും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. കുഴപ്പമില്ല, പുറത്ത് ഇനഫ് സ്ഥലമുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പം കയറി കഴിഞ്ഞാൽ ഇനി നമ്മൾ തരാൻ പോവാണ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഇത് വുഡല്ല കേട്ടോ, വുഡൻ ലുക്കിലുള്ള വിനയൽ എന്ന് പറയുന്ന ഒരു ഫ്ലോറിംഗ് ആണത്. സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ് പീസായിട്ട്. ഇത് ലിവിങ് ആണ്, വലിയൊരു ലിവിങ് ആണ്. ടിവിയും പരിപാടിയൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ബോർഡിലോ എവിടെയെങ്കിലും കൊടുക്കാം. ഹീറ്റ് പമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇത് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എ സി മാത്രമായിട്ടല്ല കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. AC ആയിട്ടും ഹീറ്ററായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. തണുപ്പ് കാലത്ത് ഹീറ്ററായിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. നല്ല ശരിക്കും ഒരു സണ്ണി ഹോം എന്ന് പറയാം ഇതിനെ. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു അവിടെ കിച്ചണാണ് വരുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയ ചെറിയൊരു വീടാണിത്. ഇത് കിച്ചൺ പുതിയ കിച്ചണാണ്. ഓക്കെ, കൊള്ളാം. ഇതിലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിലേ നേരെ ഇതിലേക്ക് തന്നെ കയറാം. ഇതിലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോണ്ടറിയും പരിപാടിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ടോയ്ലറ്റും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടബുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഇവിടെ ഒരു ഷവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ്. ബേസിക് ആയിട്ടുള്ള ചെറിയ വീടുകളാണ്. പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഫ്ലാഷ് ഹൗസസ് കാണിച്ചിരുന്നു. ഇത് കോറിഡോറിലേക്ക് വന്നേ കാണാം. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കയറി വന്ന റൂമിലേക്ക് തന്നെയാണ് കയറുന്നത്. ഓക്കെ, ഇങ്ങനെ കോറിഡോറിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കാണുന്നത് ഇവിടെ ഒരു ബെഡ്റൂമാണ്. കുഴപ്പമില്ലാത്ത ഒരു സൈസ് റൂമാണ്. നല്ല കാർപ്പറ്റ്സും നല്ല പെയിൻറ്റും കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ പോയി പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഒരുവിധം സൈസ് റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നല്ല സണ്ണുണ്ടാണ്, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ശരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടാവും നാട്ടിലൊക്കെ ഉള്ളവർക്ക് സണ്ണ് അധികം ചൂട് പ്രശ്നമാണല്ലോ. ഇവിടെ അങ്ങനെയല്ല, സണ്ണ് ശരിക്കും വീടിനകത്തേക്ക് കയറണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലത്ത് നല്ലവണ്ണം സണ്ണകത്ത് കയറിയില്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് മാക്സിമം സണ്ണ് കയറുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പിന്നെ വെന്റിലേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് പിന്നെ അടുത്ത റൂമിലേക്ക് ഒന്ന് പോവാം. അടുത്ത റൂമിലേക്ക് പോയി ഇത് അതൊരു നല്ല വോളിൽ നല്ല റെഡ് കളറും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇത് അത് ആ 2 ബെഡ്റൂം പോലെ ബിഗ് അല്ല, എന്നാലും കുഴപ്പമില്ല, ഒരുവിധം കൊള്ളാവുന്ന റൂമാണ്. വ്യൂ ഒക്കെ ആയിട്ട് ഓക്കെ, ഒന്നുകൂടെ പുറത്തേക്ക് അങ്ങോട്ട് പോകാം. പിന്നെ ഇവിടെ വീടുകളിലെല്ലാം തന്നെ ഇതെന്താ സ്മോക്ക് അലാമാണ്. അത് സ്മോക്ക് അലാം വേണമെന്നുണ്ട് വീടുകളിലൊക്കെ തന്നെ. അതായത് തീപിടുത്തോ വല്ല പരിപാടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അലാം അടിക്കും. ഇതുണ്ടോ, അതിൻ്റെ ബാറ്ററി മോശമാണ്. ബാറ്ററി മാറ്റാറുണ്ട്, അതാണ് അവൻ അടിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ബാറ്ററി മാറ്റണം, അത് പറയണം നമുക്ക്. വേറെ എന്താ, പിന്നെ വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയും. വെന്റിലേഷൻ സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂഫ് ഏരിയ ഉണ്ടല്ലോ, റൂഫ് ഏരിയയിൽ നിന്ന് വാം എയറിനെ താഴത്തേക്ക് തള്ളുന്ന ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിൻ്റർ ടൈമിൽ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒരു എന്താ ക്രൈം വിൻഡോസ് എന്ന് പറയും, മുഴുവൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ആ വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടൻസേഷനോ പരിപാടി ഒന്നും തന്നെ ഒഴിവാക്കാൻ പറ്റും. അതാണ് വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെ ഗുണം. അതായത് റൂഫിലുള്ള വാം എയറിനെ തള്ളി താഴോട്ട് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വരുമ്പോൾ പറഞ്ഞല്ലോ യൂണിറ്റ് ഹൗസിലും പരിപാടിയൊക്കെയാണ്. പിന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ പിള്ളേരും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് ഹൗസിൽ താമസിക്കാൻ ചിലപ്പം ഈ ഏജൻസും പരിപാടിയും സമ്മതിക്കില്ല ഇവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട്. അപ്പം കുറച്ച് വലിയ വീടുകൾ വേണ്ടി വരും. അപ്പം ഇതുപോലത്തെ വീടുകളാണ്. ഈ വീടിന് അവർ ചോദിക്കുന്നത് $500 റെൻറ്റ്. അതായത് $500 ആഴ്ചയിലാണ് റെൻറ്റ് പറയുന്നത്. അപ്പോൾ $2000 ആഴ്ചയിൽ മാസം റെൻറ്റ് വരും. അതായത് 1 ലക്ഷം രൂപ റെൻറ്റ് ഉണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? 1 ലക്ഷം രൂപയാണ് ഈ വീടിന് റെൻറ്റ്. നാട്ടിലെ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര റെൻറ്റാണത്. 1 ലക്ഷം രൂപ. അത് ശരിക്കും ആ റെൻറ്റിൽ കൂടുതലുണ്ട് ഇവിടെ. ഇവർ ചോദിക്കുന്നത് $2000 ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ആണെങ്കിൽ 550 വരെ റെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി ഗുണകരമായ ഒരു വീടാണ്. തൊട്ടടുത്താണ്, വാക്ക് ചെയ്യാനുള്ള ദൂരമുള്ളൂ. സാധാരണ ഇപ്പം പലരും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പേ ചെയ്താലാണ് അവിടെ ഇടാൻ പറ്റുക. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്നങ്ങ് പോയാൽ മതി, നേരെ തൊട്ടടുത്താണ്. അങ്ങനെ ഒരു ഗുണമാണ് ഇതിനുള്ളത്. പിന്നെ ഈ പുള്ളി ആ വീടും പുള്ളിയുടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി പറഞ്ഞതെന്നു വെച്ചാൽ ഇപ്പം അപ്പുറം ഒരു വീടും പരിപാടിയൊക്കെ കാണാം. അത് മുഴുവൻ ഒരു ഡെവലപ്പേഴ്സ് മേടിച്ച് അവിടെ വലിയൊരു അപ്പാർട്ട്മെൻറ്റ്സും പരിപാടിയൊക്കെ പണിയുമ്പോഴാണ് അവിടെ മുഴുവൻ ഇപ്പോൾ കുറേ വീടുകൾ പണിയാൻ പോകുള്ള പരിപാടിയാണ്. അവർ ഈ പുള്ളിയായിട്ട് ഇങ്ങനെ ഈ സ്ഥലം മേടിക്കാൻ വേണ്ടി ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പം ചിലപ്പോൾ ഇത് ഫ്യൂച്ചറിൽ പുള്ളി തട്ടാം. അവരൊരു വില പറഞ്ഞിട്ടുണ്ട്. പുള്ളിയായിട്ടൊരു മ്യൂച്വൽ ബാർഗെയിനിങ് നടന്നുകൊണ്ടിരിക്കുക എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു വീടുകളിലൊക്കെയാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പോവുക. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്ലാഷായി നിങ്ങൾക്ക് ശമ്പളവും പരിപാടി ഒക്കെ അങ്ങ് സെറ്റിലായി കഴിയുമ്പോൾ നിങ്ങൾ സെറ്റിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് മേടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല 6 മാസം നിങ്ങളിവിടെ
PR കിട്ടി 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണും പരിപാടിക്കൊക്കെ അപ്ലൈ ചെയ്യാം, വീട് മേടിക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടെ വീട് കാണാം. കിച്ചണൊക്കെ ഒരു പുതിയ കിച്ചണായിട്ട് തോന്നുന്നുണ്ട്. നീറ്റായിട്ട് കിടപ്പുണ്ട്, ഇപ്പം നീറ്റായിട്ട് കിടപ്പുണ്ട്. ഇത് ഇലക്ട്രിക്കാണ് കേട്ടോ, ഇലക്ട്രിക് കുക്കിംഗ് ആണ് ഇവിടെയൊക്കെ. ഇലക്ട്രിക്കാണ്. ഓവനൊക്കെ ഇവിടെ ഇതിനടിയിൽ തന്നെയാണുള്ളത്. ഇത് ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയയാണ്. കബോർഡ്സും പരിപാടിയൊക്കെ വലിയ കുഴപ്പമില്ല. കബോർഡ്സും പരിപാടിയും ഒരു ടേബിൾ പോലെയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുവിധം ഫ്രഷ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഇവിടെയൊക്കെ കബോർഡ്സും പരിപാടിയും ഒക്കെ തന്നെ ഉണ്ട് ഉള്ളിൽ. അവിടെ ഒരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ഇതൊരു ഹോം ടൂറായിട്ട് ഞാൻ കാണിക്കുകയാണ്. അതായത് നിങ്ങളെ ഇതുവരെ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഫ്ലാഷ് ഹൗസസ് ഒക്കെ കാണിച്ചു. അപ്പം തുടക്കം എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചത്. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും പരിപാടിയായിട്ട് ഇനിയും ഞാൻ വരാം. അപ്പോൾ നിങ്ങളെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പം ഹോം ടൂർ ഒത്തിരി പേര് പറഞ്ഞിരുന്നു. അപ്പം വലുത് കാണിച്ച് ഞാൻ ചെറുതും കാണിക്കണമല്ലോ അതിനിടയ്ക്ക് തന്നെ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്.